നമസ്കാരം. ഓപ്പറേഷൻ തുഫാൻ എന്ന ഒരു ലഹരി വിരുദ്ധ പദ്ധതിയിലൂടെ ആഭ്യന്തര വിജിലൻസ് മന്ത്രി രമേശ് ചെന്നിത്തല ശ്രദ്ധ നേടുകയാണ്. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരും കാത്തിരുന്നതായിരുന്നു ലഹരി മാഫിയയുടെ നടുവൊടിക്കുക എന്നത്. 10 വർഷം പിണറായി തുടർച്ചയായി ഭരിച്ചപ്പോൾ CPM ഗുണ്ടകൾ കേരളം മുഴുവൻ അടക്കി ഭരിച്ചത് ലഹരിയുടെ സ്വാധീനത്തിലാണ്. SFIക്കാരും DYFIക്കാരും ലഹരി വിരുദ്ധ കാമ്പയിൻ നടത്തിക്കൊണ്ട് തന്നെ ലഹരി വിൽപ്പനയുടെ മൊത്ത കച്ചവടവും ചില്ലറ കച്ചവടവും ഏറ്റെടുത്തതോടെ നാട്ടുമ്പുറങ്ങളിൽ പോലും ലഹരി പിടിമുറുക്കി. അതുകൊണ്ട് തന്നെ സമാധാനം ആഗ്രഹിക്കുന്ന നാട്ടിലെ മുഴുവൻ മനുഷ്യരും ലഹരി മാഫിയെ നേരിടാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ആഭ്യന്തരമന്ത്രി ചെന്നിത്തല അതിശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോകുന്നു. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ തുഫാന് വലിയ പിന്തുണയാണ്. പെരുമ്പാവൂരെത്തി അവിടുത്തെ ലഹരി ലൈംഗിക അരാജകത്വത്തിനെതിരെ അതിശക്തമായ നടപടികൾ ആരംഭിച്ചതിന് കയ്യടി കിട്ടിയിട്ടുണ്ട്. എന്നിരുന്നാലും ആഭ്യന്തരമന്ത്രിയോടെ സ്നേഹപൂർവ്വം ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കതിരിൽ വളം വയ്ക്കുന്ന പണി മാത്രമാണ്. കതിരിൽ വളം വെച്ചതുകൊണ്ട് ഇപ്പോൾ ഒരു തിളക്കമൊക്കെ കിട്ടുമെങ്കിലും അടിസ്ഥാനപരമായി ആ വിത്തിനൊരു ഗുണവും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം കണ്ടെത്തി പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു തരത്തിലും കേരളം നന്നാവില്ല. കേരളത്തെ രക്ഷിക്കാനുള്ള ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന രമേശ് ചെന്നിത്തല യഥാർത്ഥത്തിൽ ചുവട് തെളിച്ച് വളമിട്ട് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുക്കണം. അടിസ്ഥാനപരമായ 2 പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ മാത്രമേ രമേശ് ചെന്നിത്തലയ്ക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതിലേക്ക് കടക്കുന്നതിന് മുൻപ് അടിമാലിയിൽ താമസിക്കുന്ന ഒരു വ്യാപാരി റജികുമാർ എനിക്ക് അയച്ചൊരു വീഡിയോ കാണുക. പ്രിയപ്പെട്ടവരെ, ഞാൻ CS റജികുമാർ, ഇടുക്കി ജില്ലയിൽ അടിമാലിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാനിവിടെ നളന്ത ബുക്സ് എന്ന പേരിലൊരു സ്ഥാപനം കഴിഞ്ഞ 33 വർഷമായിട്ട് നടത്തി വരുന്നു. ഈ 2 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്ഥാപനത്തിലെ ഗോഡൌണിൽ നിന്നും ഏതാണ്ട് 4 ലക്ഷം രൂപയിലധികം വരുന്ന സാധനങ്ങൾ കാണാതെ വരികയും ഞാൻ അടിമാലി പോലീസ് സ്റ്റേഷനിൽ ഇത് അറിയിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം സംശയത്തിന്റെ പേരിൽ ആരെയും ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്ന് പോലീസിൽ നിന്ന് അറിയിച്ചു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ റൂട്ട് സപ്ലൈ വഴി യാത്ര ചെയ്ത് പല കടകളിലും കയറി ഇങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് ക്ലാസ്മേറ്റ് നോട്ട്ബുക്കുകൾ ഇങ്ങനെ തന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ നിന്നും ഏതാണ്ട് 4 വർഷം മുമ്പ് 4 വർഷം ജോലി ചെയ്ത് 3 മാസങ്ങൾക്ക് മുമ്പ് പിരിച്ചുവിട്ട പ്രദീപ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹമാണ് നോട്ട്ബുക്കുകൾ കൊണ്ട് കൊടുത്തിരിക്കുന്നത് എന്നറിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് അടിമാലി പോലീസ് സ്റ്റേഷനിൽ വീണ്ടും പരാതിപ്പെട്ടു. പോലീസ് പ്രതിയെ പിടിച്ച് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം കുറ്റം സമ്മതം നടത്തി. ഇന്ന് 4 കടയിൽ കൊടുത്തിട്ടുള്ളതായും ആ കച്ചവടക്കാരും ഇത് സമ്മതിച്ചു. എന്നാൽ പോലീസ് ഇലക്ഷന്റെ തിരക്കും മറ്റും കാരണം അവർ ഈ ഉൽപ്പന്നങ്ങൾ റിക്കവർ ചെയ്തില്ല. പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും അവർ റിക്കവർ ചെയ്തില്ല. എന്തായാലും ആ കേസ് ഒരു ദുർബലമായ കേസായിപ്പോയി. ഇവരെന്തായാലും കോടതിയിലേക്ക് ഈ കേസ് ഫോർവേഡ് ചെയ്തു. കോടതിയിലേക്ക് കേസ് കൊടുത്ത് ഏതാണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ തുഫാൻ റെയ്ഡിന്റെ പേരിൽ അടിമാലി പോലീസ് ഒരു ഇടവഴിയിലൂടെ കയറി അവരുടെ ജീപ്പുമായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ ഗോഡൌണിന്റെ മുന്നിൽ അവർ ഇതേ പ്രതിയെ കണ്ടു. അദ്ദേഹം ഗോഡൌൺ പെട്ടെന്ന് തുറന്നടയ്ക്കുന്നത് കണ്ട് സംശയം തോന്നിയ ഈ പ്രതിയെ അവർ ചോദ്യം ചെയ്തു. അവന്റെ കാറിൽ നിന്ന് 4 ബണ്ടിൽ നോട്ട്ബുക്കുകൾ, ഏതാണ്ട് 20,000 രൂപയുടെ നോട്ട്ബുക്കുകളും ഒപ്പം അതിന് പ്രതിയെ തൊണ്ടി മുതൽ ഉൾപ്പെടെ കയ്യോടെ പിടിച്ച് അടിമാലി കോടതിയിൽ ഹാജരാക്കി. പക്ഷേ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അടിമാലി കോടതിയിൽ നിന്നും ഈ പ്രതിക്ക് ജാമ്യം ലഭിച്ചു. ഒരു പ്രമുഖ അഭിഭാഷകനാണ് ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഹാജരായത്. ചില സാങ്കേതികത്വം പറഞ്ഞാണ് ഇന്ന് ജാമ്യം ലഭിച്ചത്. എന്തായാലും പ്രതി ഞങ്ങളുടെ മുന്നിലൂടെ ചിരിച്ചുകൊണ്ട് സുഖമായിട്ട് നടക്കുന്നു. ഇപ്പോൾ കണക്കെടുത്തപ്പോൾ ഏതാണ്ട് 15 ലക്ഷത്തിലധികം രൂപയുടെ സാധനങ്ങളാണ് പലപ്പോഴായിട്ട് പ്രതി ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് മോഷ്ടിച്ചിരിക്കുന്നത്. ഈ പ്രതിക്ക് കൂട്ടിനായിട്ട് സ്ഥാപനത്തിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന 8 വർഷമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ജസ്റ്റിൻ എന്ന ഒരു സ്റ്റാഫ്, അദ്ദേഹമാണ് താക്കോൽ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാലും സീസണിന്റെ തിരക്കായതുകൊണ്ട് ഈ സമയത്ത് സ്റ്റോക്ക് എടുപ്പ് നടക്കാത്തതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും ഞങ്ങൾക്ക് എവിടെയൊന്നും നീതി ലഭിച്ചില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതാണ് ഒരു അവസ്ഥ. നോക്കൂ, രജികുമാറിന്റെ കടയിൽ മോഷണം നടക്കുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം മോഷ്ടിക്കപ്പെടുന്നു. പക്ഷെ പോലീസിനെ അന്വേഷിക്കാൻ സമയമില്ല, താല്പര്യമില്ല. ഒടുവിൽ 2ാമത് മോഷണം നടന്ന് കൈയോടെ പിടികൂടിയപ്പോൾ അറസ്റ്റ് ചെയ്തെങ്കിലും ജയിലിലടയ്ക്കാതെ ജാമ്യത്തിന് വിടുന്നു. ഇതാണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈം ചെയ്യുന്നവരെ പിടികൂടാൻ സാഹചര്യമില്ല, അതിനുള്ള സമയം പോലീസിനില്ല. പിടികൂടിയാലും അവരെ കോടതിയിൽ ശിക്ഷിക്കാനുള്ള സാഹചര്യമില്ല. അതിന്റെ കാരണം 2 ആണ്. ഒന്നാമത്തേത്,
ആവശ്യത്തിന് പോലീസ് സ്റ്റേഷനുകളോ പോലീസ് ഓഫീസർമാരോ ഇല്ല എന്നതാണ്. പോലീസും എക്സൈസും വനം വകുപ്പും മോട്ടോർ വാഹന വകുപ്പും അടക്കം കേസെടുക്കാൻ പര്യാപ്തമായ അനേകം നിയമ സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെയൊക്കെ കിട്ടുന്ന പരാതിയിൽ 100-1 പോലും പോലീസിന് പരിഗണിക്കാൻ സ്ട്രെങ്ത് തികയുന്നില്ല. ഇങ്ങനെ എടുക്കുന്ന കേസുകൾ ഒന്നും തന്നെ അന്വേഷിക്കാൻ പോലീസിന് സമയമില്ല. വണ്ടിപ്പെരിയാറിൽ ഒരു പിഞ്ചു കുഞ്ഞിനെ വർഷങ്ങളോളം പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയിട്ടും പ്രതി രക്ഷപ്പെട്ടതിന്റെ പ്രധാന കാരണം പോലീസിന് സമയക്കുറവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ചെയ്യേണ്ടത് പോലീസിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കുകയാണ്. സാധാരണ പോലീസിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ചിട്ട് കാര്യമില്ല, അടിയന്തരമായി ഓഫീസർമാരുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കണം. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും 2 ഓഫീസർമാരെ ചുമതലപ്പെടുത്തണം. ഒരാൾ ലോ ആൻഡ് ഓർഡറിനും മറ്റൊരാൾ ഇൻവെസ്റ്റിഗേഷനും. ഇതിന് രണ്ടിനെയും കോർഡിനേറ്റ് ചെയ്യാൻ SHOമാർക്ക് കഴിയണം. അങ്ങനെ ഒരു ഓഫീസർ ഇൻവെസ്റ്റിഗേഷനിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ മാത്രമേ പ്രശ്നം പരിഹരിക്കപ്പെടൂ. എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓഫീസർമാരുടെ എണ്ണം ഇരട്ടിയാക്കി മാറ്റണം. കൂടുതൽ കേസുകളിടത്ത് പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിക്കണം. ഇതിനോടൊപ്പം തന്നെ പോലീസുകാരെയും വർദ്ധിപ്പിക്കണം. വലിയ തോതിൽ പോലീസിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തി പോലീസ് സ്റ്റേഷനുടെ എണ്ണം കൂട്ടി എല്ലാ പോലീസ് സ്റ്റേഷൻ ഓഫീസർമാരുടെ എണ്ണം ഇരട്ടിയാക്കി വേണം ഇത് കൈകാര്യം ചെയ്യാൻ. എങ്കിൽ മാത്രമേ പോലീസിന് ഫലപ്രദമായി കേസ് അന്വേഷിക്കാൻ പറ്റൂ. ഇൻവെസ്റ്റിഗേഷൻ ചുമതലയുള്ള പോലീസ് ഓഫീസർ ക്രമസമാധാന ചുമതലയിലേക്ക് പോകരുത്. മാത്രമല്ല VIP ഡ്യൂട്ടി അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും അതിന് കാറ്റഗറി തിരിക്കുകയും ചെയ്യണം. അങ്ങനെ അടിസ്ഥാനപരമായി പോലീസിന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിച്ച് പോലീസുകാർ കൃത്യമായി കേസ് അന്വേഷണം കൂടി നടത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ എന്ത് നടപടിയെടുത്താലും ഗുണകരമാവൂ. രണ്ടാമത്തേത് കോടതികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഒരു താലൂക്കിൽ 1 വെച്ചാണ് മജിസ്ട്രേറ്റ് കോടതികളുള്ളത്. ആയിരക്കണക്കിന് കേസുകൾ അവിടേക്ക് വരുന്നു. സകല അന്വേഷണ ഏജൻസികളുടെയും കേസ് കോടതിയിലാണ് എത്തുന്നത്. മജിസ്ട്രേറ്റുമാർ പലപ്പോഴും ഉച്ചയ്ക്ക് 3 മണിയോ 4 മണി വരെയോ കോടതിയിൽ വരാറുള്ളൂ. പക്ഷേ അവർ രാവും പകലും പണിയെടുക്കുകയാണ്. മിക്ക മജിസ്ട്രേറ്റുമാരും കേസ് ഫയലുകൾ നോക്കി ഉറങ്ങുന്നത് 12 മണിക്കും 1 മണിക്കുമാണ്. ഒരുപക്ഷെ ഇത്രയധികം അധ്വാനമുള്ള മറ്റൊരു ജോലി കാണില്ല. ജുഡീഷ്യറിയിലെ ഏറ്റവും താഴത്തെ തട്ടിലുള്ളവരാണ് മജിസ്ട്രേറ്റുമാരും മുൻസിഫ്മാരും എന്ന് ഓർക്കണം. ഒരുപാട് പേരെ പേടിക്കാനുണ്ട്, കേസുകൾ തീർക്കാനുണ്ട്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും മോശം മാനസികാരോഗ്യമുള്ളത് മജിസ്ട്രേറ്റുമാരുടെയും മുൻസിഫ്മാരുടെയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ കോടതികളുടെ എണ്ണം ഇരട്ടിയാക്കണം, മജിസ്ട്രേറ്റുമാരുടെ എണ്ണം ഇരട്ടിയാക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ. അടിമാലിയിൽ റിട്ടയർഡ് പോലീസ് ഓഫീസർ മണിയൻ ഇതേക്കുറിച്ച് പറഞ്ഞതുകൂടി കേൾക്കുക. എവർക്കും എൻ്റെ നമസ്കാരം. നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവരണം, ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ. നിലവിലുള്ള ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതികളുടെ എണ്ണം 3 ഇരട്ടിയായിട്ടെങ്കിലും വർദ്ധിപ്പിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടാകുന്ന മോഷണ കേസുകൾ, വാഹനാപകട കേസുകൾ, അടിപിടി കേസുകൾ, ചീറ്റിംഗ് കേസുകൾ തുടങ്ങിയ കേസുകൾ റിപ്പോർട്ടായാൽ പോലീസ് അന്വേഷണം പൂർത്തിയാക്കി ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിൻ്റെ വിചാരണ നടപടികൾ ആരംഭിക്കപ്പെടുന്നത് ചിലപ്പോൾ 5 അല്ലെങ്കിൽ 6 വർഷങ്ങൾക്ക് ശേഷമാണ് വിചാരണ നടപടി ആരംഭിക്കപ്പെടാൻ കഴിയുന്നത്. ഇത് കോടതിയുടെ കുറ്റം കൊണ്ടല്ല സംഭവിക്കുന്നത്. ഒരു മജിസ്ട്രേറ്റിനെ സംബന്ധിച്ചിടത്തോളം 2 അല്ലെങ്കിൽ 3 പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടാകുന്ന കേസുകൾ, എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് റിപ്പോർട്ടാകുന്ന കേസുകൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിപ്പോർട്ടാകുന്ന കേസുകൾ, ചെക്ക് കേസുകൾ തുടങ്ങി ഒട്ടേറെ കേസുകളാണ് ഒരു മജിസ്ട്രേറ്റ് കൈകാര്യം ചെയ്യേണ്ടി വരുന്നത്. ഒരു മജിസ്ട്രേറ്റിനെ സംബന്ധിച്ചോളം ഒരു വർഷത്തിൽ 365 ദിവസമുണ്ടെങ്കിൽ ആ 365 ദിവസവും രായും പകലുമില്ലാതെ ഈ കേസുകളുടെ വിചാരണ നടത്തിയാൽ പോലും യഥാസമയം വിചാരണ പൂർത്തിയാക്കി പ്രതികളെ ശിക്ഷിക്കപ്പെടാൻ കഴിയില്ല. അതുപോലെ ജോലി ഭാരമാണ് ഒരു മജിസ്ട്രേറ്റിന് ഉള്ളത്. ഒരു പോലീസ് സ്റ്റേഷനിൽ ചീറ്റിംഗ് കേസുകൾ റിപ്പോർട്ട് ലക്ഷക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തി ആളുകളെ പറ്റിച്ച ചെറിയ ചീറ്റിംഗ് കേസുകൾ, ആളുകളെ ഗുരുതരമായി പരിക്കുപറ്റി അടിപിടി കേസുകൾ, വാഹനാപകട കേസുകൾ തുടങ്ങിയ മോഷണ കേസുകളൊക്കെ വന്ന് റിപ്പോർട്ടായാൽ പോലീസ് യഥാസമയം അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയർ, ഒരു വർഷത്തിനുള്ളിൽ കേസിൻ്റെ വിചാരണ നടപടി പൂർത്തിയാക്കി പ്രതിയെ ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കുറ്റകൃത്യങ്ങൾ ഒത്തിരി കുറയും. അത് നമുക്ക് ഒറ്റ പോംവഴി എന്ന് പറയുന്നത് നിലവിലുള്ള കോടതി കുറഞ്ഞത് 3 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിക്കപ്പെടാൻ കഴിയണം. ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റിനെ സംബന്ധിച്ചൊരു കുറ്റകൃത്യങ്ങൾ കുറച്ചു കൊണ്ടുവന്നതിലേക്ക് ഏത് കേസുകൾ റിപ്പോർട്ടായാലും അത് 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കി ആ ഇരയ്ക്ക് നീതി കിട്ടുന്ന സാഹചര്യം ഉണ്ടാക്കണം. കേസിൻ്റെ കാലാവധിയൊക്കെ നീണ്ടു പോകുമ്പോൾ, നീണ്ട കാലങ്ങൾക്ക് ശേഷം വിചാരണ നടക്കുമ്പോൾ സാക്ഷികളൊക്കെ പലതും മറന്നു പോകും, പലതും സെറ്റിൽമെൻറ്റ് തീരുന്നതോ അല്ലെങ്കിൽ വെറുതെ വിടുന്ന സാഹചര്യം കൂടുകയാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലെ കുറ്റകൃത്യങ്ങൾ കുറച്ചു വരുന്നതിലേക്ക് കോടതികളുടെ എണ്ണം കൂട്ടിക്കൊണ്ടുവരുന്നൊരു സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ നിർദ്ദേശം ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ശ്രദ്ധയിൽ ഉണ്ടാകട്ടെ. നന്ദി. ഈ 2 കാര്യങ്ങൾ ചെയ്യാതെ എന്തെല്ലാം പരിഷ്കാരങ്ങൾ വരുത്തിയാലും ഈ നാട് നന്നാക്കാൻ പറ്റില്ല. മജിസ്ട്രേറ്റുമാരുടെ എണ്ണവും പോലീസ് ഓഫീസർമാരുടെ എണ്ണവും ഇരട്ടിയാക്കിയാൽ കേരളത്തിലെ പകുതി ക്രിമിനൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും. നീതി ലഭിക്കാതിരിക്കുന്നതും
നീതി വളരെ വൈകി ലഭിക്കുന്നതും ഒരുപോലാണെന്ന് ഓർക്കണം. പോലീസിന് മേലുള്ള അമിതമായ രാഷ്ട്രീയ ഇടപെടലൊന്നും അവസാനിപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇത്തരത്തിൽ ഒരു പരിഷ്കാരം കൊണ്ടുവന്നാൽ വലിയ മാറ്റങ്ങൾ കേരളത്തിലുണ്ടാവും. ഇതിനുവേണ്ടി മുടക്കുന്ന പണം അധിക ബാധ്യതയായി കാണരുത്. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര കൊടുത്തപ്പോൾ ഉണ്ടായ അധിക ബാധ്യത പോലെ കരുതിയാൽ മതിയാവും. നാടിനുണ്ടാവുന്ന മാറ്റം ചിന്തിക്കുന്നതിനും അപ്പുറമാവും.